ജില്ലയിലെ മത്സ്യമേഖലയിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ അപൂർണം. 1000-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്ത് ജില്ലയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പൂർണ്ണ വിവരങ്ങളുള്ളത് വെറും 105 തൊഴിലാളികളുടേത് മാത്രം. ജില്ലയിലെ മത്സ്യമേഖലയിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ വിവരങ്ങളില്ലാതെ ഫിഷറീസ് വകുപ്പ് ജില്ലയിലെ രജിസ്റ്റർ ചെയ്ത 5651 യന്ത്രവൽകൃത പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ജില്ലയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പൂർണ്ണ വിവരങ്ങളുള്ളത് 105 തൊഴിലാളികളുടേത് മാത്രമാണ്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടിലെ വെസ്റ്റ് ബംഗാൾ സ്വദേശി മരിച്ചിരുന്നു. ഇയാളുടെ വിവരങ്ങൾ ബോട്ടുടമ കൃത്യമായി നൽകിയതിനാൽ മാത്രമാണ് ആളെ തിരിച്ചറിയാനായത്. എന്നാൽ ഭൂരിഭാഗം തൊഴിലാളികളെക്കുറിച്ച് യാന ഉടമകൾക്ക് പോലും കൃത്യമായ വിവരങ്ങളില്ലെന്നതാണ് യാഥാർത്ഥ്യം. ജില്ലയിൽ മോട്ടോർ ഘടിപ്പിക്കാത്ത യന്ത്രവൽകൃത യാനങ്ങൾ 5029, മോട്ടോർ ഘടിപ്പിച്ച യാനങ്ങൾ 514, പരമ്പരാഗത വള്ളങ്ങൾ 108 എന്നിങ്ങനെയാണ് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള കണക്ക്. ഇതുകൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത യാനങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ബോട്ടുകളിലും ഇൻബോർഡ് വള്ളങ്ങളിലും പകുതിയിലേറെ പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. കടലിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്ന യാനങ്ങളിലെ തൊഴിലാളികളുടെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല. ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ പൊന്നാനിയിൽ പോലും ചെക്ക് പോസ്റ്റ് ഇല്ലാത്തതിനാൽ കടലിൽ ഇറങ്ങുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവരുടെ വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതും കൃത്യമായ വിവരങ്ങളില്ലാത്തതിനാലാണ്. വിവരങ്ങൾ നൽകാൻ യാന ഉടമകൾ മടിക്കുന്നതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായി മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണുള്ളത്. കടലുണ്ടി മുതൽ പാലപ്പെട്ടി വരെയുള്ള ജില്ലയിലെ 17 മത്സ്യബന്ധന മേഖലകളിൽ 1000-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് യാനങ്ങളിൽ മാത്രം തൊഴിലെടുക്കുന്നത്. കണക്കെടുപ്പ് പൂർത്തീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം രേഖപ്പെടുത്തിയാൽ മാത്രമേ മത്സ്യബന്ധന മേഖലയിലെ തുടർ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. Kerala Golden Diamonds, the family jeweler, Main Road, Vadakekad.